ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപ്തി. ഇന്ന് ഞാൻ ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അതിലേക്കായിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ബ്രെഡ് എടുക്കാം. ബ്രെഡ് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ നിന്ന് ഓരോ ബ്രെഡായിട്ട് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കത്രിക ഉണ്ടെങ്കിൽ കത്രിക വെച്ച് കട്ട് ചെയ്തെടുത്താലും മതി. ഇങ്ങനെ നമ്മുടെ സമോസയുടെ ടൈപ്പിൽ എല്ലാം അതേ ഷേപ്പിൽ എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ എല്ലാം ഞാൻ ചെയ്തെടുക്കട്ടെ. വളരെ എളുപ്പത്തിൽ വേറൊരു രീതിയിലും ചെയ്യാം. നമുക്ക് ചപ്പാത്തി കല്ലുണ്ടല്ലോ, ചപ്പാത്തി കല്ല്, പലവ എന്തെങ്കിലും വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പൊടിഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ, നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടും. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം ഞാൻ ചെയ്തെടുക്കട്ടെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതാണ് നല്ല എളുപ്പം. നമുക്ക് കുറച്ച് മൈദമാവ് എടുക്കാം. കടലമാവ് വേണമെങ്കിൽ അതും എടുക്കാം. ഞാനിപ്പോൾ മൈദമാവാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. അര സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച്, നമ്മൾ സാധാരണ ബജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല കട്ടിക്കാണ് മാവ് എടുക്കുന്നത്. ഇത് ഇത്തിരി ലൂസായിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. നമ്മൾ കട്ടിക്ക് ചെയ്തെടുത്താൽ ഈ ബ്രെഡ് ഇതിലേക്ക് മാവിലേക്ക് മുക്കിയെടുക്കുമ്പോഴത്തേനും ബ്രെഡ് പൊടിഞ്ഞു പോകും, എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ നല്ല ലൂസായിട്ടാണ് മാവ് കുഴച്ചെടുക്കേണ്ടത്. അര സ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. മാവിനാവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കണേ. എണ്ണ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഓരോ ബ്രെഡും ഈ മാവിലേക്ക് മുക്കി ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് നേരം സോക്ക് ചെയ്യാൻ പാടില്ല. ഇട്ട് ജസ്റ്റ് ഒന്ന് മുക്കിയതിന് ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ബ്രെഡ് അങ്ങ് പൊടിഞ്ഞു പോകും, അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമ്മളിതിനെ എടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സാണ് നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത്. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. പൊടിഞ്ഞു പോകും, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് ചെയ്തെടുക്കണം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ചൊന്ന് മൊരിച്ചിട്ട് എടുക്കാം. ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. നമുക്കിതിനെ ഒന്ന് കോരിയെടുക്കാം. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒടിഞ്ഞു പോകത്തില്ല കേട്ടോ. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം.
ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മാക്സിമം പോയാൽ 3 നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. വലിയ പാനാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഓക്കെ, താങ്ക് യു. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇത് ഒടിഞ്ഞു പോകത്തൊന്നുമില്ല കേട്ടോ, നന്നായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുതേ.